ഈത്തപ്പഴം ഇങ്ങനെ കൊലച്ചു നിൽക്കുന്ന കാഴ്ച ആണോ? അതാ കണ്ടില്ലേ, നമ്മളെ കയ്യെത്തണ ദൂരത്ത് കണ്ടില്ലേ, എത്ര അടുത്താ നോക്കാണ്. ചെറിയ മരാണ്, ചെറിയ മരം എന്ന് പറഞ്ഞാൽ ചെറിയ മരം, അതിന്മേണ് ഇത്ര ഈത്തപ്പഴം കൊലച്ചിരിക്കുന്നത്. ഇവിടെ ഫുള്ള് അങ്ങനെ. ഇതിലേറെ ചെറിയ മരം കാണാൻ ഇനി ഞാൻ കാണിച്ചിട്ടില്ല. ഇതിലേറെ ചെറിയ മരത്തുമ്പോ ഈത്തപ്പഴം നിൽക്കുന്നത്. എത്ര ചെറിയ മരം നോക്കുകയാണ്, ഇതിന്മേണ് ഈത്തപ്പഴം കാഴ്ച നിൽക്കണ കാഴ്ച ഉണ്ടല്ലേ. ഫുള്ള് ഇതിമ തന്നെ അത്യാവശ്യം നല്ല ഈത്തപ്പഴങ്ങൾ കാഴ്ച നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ എന്താ വെച്ചാൽ ഫുൾ ടൈം വെള്ളം വേണ്ടില്ല. ഇതിൽ ഫുൾ ടൈം ആളുകൾ ഒരു 3-4 പണിക്കാർ എപ്പോഴും ഉണ്ടാവും. ഈത്തപ്പഴം കൂടുന്ന കാലം മുതൽ ഫുൾ ടൈം നോക്കിക്കൊണ്ടേക്കാം. വെള്ളം ഫുള്ള് ഇത് കണ്ടില്ലേ, തെങ്ങിന്റെ തട എടുത്തതുപോലെ ഫുള്ള് തട എടുത്തിട്ട് ഫുൾ ടൈം അതിൽ വെള്ളം നിർത്തും. അത്രയും നോക്കിക്കൊണ്ട് എപ്പോഴും പണിക്കാർ ഇതിന്റെ ഉള്ളിലുണ്ടാവും. മദീനത്ത് ഈത്തപ്പഴത്തിന് തന്നെ ഭയങ്കര ഡിമാൻഡ് ആണല്ലേ മാർക്കറ്റ്. ആ ഈത്തപ്പഴത്തെ നമ്മൾ കാണുന്നത് നമ്മളെ കയ്യെത്തും ദൂരത്ത്, എത്ര അടുത്താന്ന് നോക്കണേ, കയ്യെത്തുന്ന ദൂരത്ത് ഇഷ്ടം പോലെ ഈത്തപ്പഴങ്ങൾ. എന്ത് ഭംഗി, അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര കൂളിംഗ് ആയിരിക്കും. ഈത്തപ്പഴം ഇപ്പൊ ഏകദേശം പൂത്ത് തുടങ്ങിയിട്ടില്ലേ, ഏകദേശം പൂക്കാനായിട്ടുണ്ട്. അപ്പൊ പൂത്ത കാഴ്ചയും അതുപോലെ അറുക്കണ കാഴ്ചയൊക്കെ ഞങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നതാണ്. പിന്നെ എന്താ വെച്ചാൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഈത്തപ്പഴം ഏത് സമയത്താണ് വന്നാലും കാണാൻ പറ്റും. ഈ ഒരു സമയത്ത് നല്ല ചൂടുള്ള സമയത്ത് വന്ന് ഈത്തപ്പഴം നല്ല കാഴ്ച നിൽക്കുന്ന ഒരു കാഴ്ച. അതുപോലെ കുറച്ച് കഴിഞ്ഞാൽ അടുത്ത മാസത്തോടു കൂടി ഇതൊക്കെ അറുക്കണ സമയത്തൊക്കെ വന്നാൽ നമുക്ക് ഒരുപാട് ചീപ്പ് റേറ്റിന് ഈത്തപ്പഴം ഇവിടുന്ന് കൊണ്ടുപോകാനും പറ്റില്ല. ഈത്തപ്പഴത്തിന് ഭയങ്കര റേറ്റ് കുറവായിരിക്കും ആ സമയത്ത്.